നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മരണത്തിൽ നടപടി. നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ ആരോപണ വിധേയർക്കെതിരെ നടപടി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ N ശക്തിവേൽ, അധ്യാപകൻ പ്രവീൺ, PRO സഞ്ജിത്ത് വിശ്വനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് മാനേജ്മെന്റ്. ജിഷ്ണുവിന്റെ ആത്മഹത്യയിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കോളേജിലുണ്ടായ സംഭവത്തെ സർക്കാർ ഗൗരവമായി കാണുന്നു. C. രവീന്ദ്രനാഥിന്റെ പ്രതികരണം. ജിഷ്ണുവിന്റെ വീട് സന്ദർശിച്ച് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക നൽകിയ ശേഷം. അതിനിടെ അനിശ്ചിതകാല സമരത്തിൽ നിന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ പിന്മാറി. ജിഷ്ണുവിന്റെ മരണം എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കും. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായതായും വിലയിരുത്തൽ. സർക്കാരുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയെന്നും സംഘടനാ ഭാരവാഹികൾ. അണിയറയിൽ പടയൊരുക്കം. സിനിമാ പ്രതിസന്ധിക്കിടെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ സമ്മർദ്ദത്തിലാക്കി ബദൽ സംഘടനയുമായി നിർമ്മാതാക്കളും വിതരണക്കാരും. ഫെഡറേഷൻ അംഗങ്ങളിൽ 30-ലധികം പേർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന അവകാശവാദം. പുതിയ സംഘടന ഉടൻ പ്രഖ്യാപിച്ചേക്കും. അസോസിയേഷനിലൂടെ ധാരണ ലംഘിച്ച് സിനിമ റിലീസ് ചെയ്ത A ക്ലാസ് തിയേറ്ററുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ലിബർട്ടി ബഷീർ. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കത്തിന് പിന്നിൽ നടൻ ദിലീപെന്നും ആരോപണം. കേരളം ഇരുട്ടിലേക്ക്. സംസ്ഥാനം കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലേക്കെന്ന റിപ്പോർട്ട്. ഡാമുകളിൽ അവശേഷിക്കുന്നത് 30% വെള്ളം മാത്രം. ദൈനംദിന ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാലും തികയാത്ത അവസ്ഥയെന്ന് KCB. മാർച്ച് മുതൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പാക്കാനും ആലോചന. കേരളത്തിലെ ശരാശരി വൈദ്യുതി ഉപഭോഗം പ്രതിദിനം 68 ദശലക്ഷം യൂണിറ്റ്. അതിവേഗം വറ്റുന്ന ജലസംഭരണികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് 7 മുതൽ 10 ദശലക്ഷം യൂണിറ്റ് മാത്രം. പരീക്ഷകാലമായ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉപഭോഗം 80 ദശലക്ഷം യൂണിറ്റ് മുകളിലെത്തും. അതിനാൽ നിയന്ത്രണം അനിവാര്യമെന്നും അധികൃതർ. അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ശ്രമം. ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് പ്രശ്നപരിഹാരത്തിന് നീക്കം. ഇതു സംബന്ധിച്ച് AICC സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി ഫോണിൽ സംസാരിച്ചെന്ന് ഉമ്മൻചാണ്ടി. കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സംഘടനാ തിരഞ്ഞെടുപ്പ് അനിവാര്യം. ഹൈക്കമാൻഡുമായി നടത്തുന്ന ചർച്ചയിൽ തന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. പാർട്ടിയുമായി തനിക്ക് പ്രശ്നങ്ങളില്ലെന്നും വിശദീകരണം. എന്നാൽ 14-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2710 രൂപ, പവൻ 21,680 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.